ഒരു തവളനെ നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ ഇടുകയാണെങ്കിൽ ആ നിമിഷം തന്നെ അത് അതിന്റെ ജീവൻ അപകടം മനസ്സിലാക്കിയിട്ട് അത് അതിന് എടുത്ത് ചാടും. എന്നാൽ ഇതേ തവളനെ ഒരു തണുത്ത വെള്ളത്തിലിട്ടാൽ ഈ തവള നല്ല കൂളായിട്ട് ഇങ്ങനെ അതിൽ എൻജോയ് ചെയ്യും. എന്നിട്ട് ഈ വെള്ളത്തിന് ഇങ്ങനെ ചെറുതായിട്ട് ചൂടാക്കുകയാണെങ്കിൽ തവളക്ക് മനസ്സിലാവും സംഗതി എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ തവള വിചാരിക്കുക കുറേശ്ശല്ലേ, കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് ഇതിൽ ഇങ്ങനെ റിലാക്സ് ചെയ്ത് കിടക്കും. ഇത് എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ ചാടിയ ആ തിളച്ച വെള്ളല്ലേ അതേ ചൂട്ടിൽ എത്തിക്കഴിഞ്ഞാലും തവളന്റെ ബ്രെയിൻ ഇത് മനസ്സിലാക്കില്ല. തവള അതിൽ വെന്ത് ചാവും. ഇതാണ് നമ്മളുടെ മസ്തിഷ്കത്തിന്റെ നിയമം. നിങ്ങൾ 101 പ്രാവശ്യം ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ദൈവത്തെ കാണാം എന്ന് കുട്ടികൾ പറഞ്ഞ് പണ്ട് ചെയ്തിട്ടുണ്ടോ? അവസാനം മുറിവാവും അല്ലേ? എന്താ നമുക്കത് അറിയാത്ത? വളരെ നേരിയ തോതിലുള്ള മാറ്റത്തെ തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി നമ്മുടെ ബ്രെയിനില്ല. അതുകൊണ്ടാണ് നമ്മുടെ അനാരോഗ്യകരമായ പ്രവണതകൾ, മോശം ഫുഡ് കഴിക്കുമ്പോഴും വ്യായാമം ചെയ്യാതെ ജീവിക്കുമ്പോഴും അവിടെ നമ്മളൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ കിടുമ്പോഴും ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്ന ചെറിയ മാറ്റങ്ങളുണ്ടല്ലോ, അത് തിരിച്ചറിയാൻ നമ്മുടെ ബ്രെയിന് കപ്പാസിറ്റി ഇല്ല. അത് നമ്മൾ എത്രത്തോളം കൊണ്ടുപോകുന്നു വെച്ച് കഴിഞ്ഞാൽ അത് അവസാനം നമ്മളെ നശിപ്പിക്കുന്ന അവസ്ഥയിൽ വരെ എത്തിക്കും. അതുകൊണ്ട് അല്പം പോലും നമുക്ക് ദോഷകരമായ കാര്യത്തോട് നമ്മൾ അടുക്കരുത്.